എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കൊറിയറാണ് നോക്കാൻ പോകുന്നത്. ഇത് നമുക്ക് കോട്ടയ്ക്കൽ എന്നൊരു സിറാജ് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി അയച്ചു തന്നിരിക്കുന്നതാണ്. AC-യുടെ PCB ആണ്, ഹയർ എൻ്റെ PCB ആണ്. E7 എറർ കോഡുമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് ഈ ബോർഡ് റിപ്പയർ ചെയ്ത് തിരിച്ച് കസ്റ്റമറിന് കൊടുക്കണം. നമ്മുടെ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. വളരെ സേഫായിട്ട് തന്നെയാണ് ബോർഡ് പാക്ക് ചെയ്ത് അയച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഇൻഡോർ PCB ആണ്. ഓക്കെ, ഇൻഡോർ PCB ഡിസ്പ്ലേ ബോർഡ് ഇവിടെ ടാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഡിസ്പ്ലേ PCB കൊണ്ട് അഴിച്ചെടുക്കാം. ഓക്കെ, ഔട്ട്ഡോർ PCB, ഇൻഡോർ PCB, ഡിസ്പ്ലേ, സെൻസർ വേണം നോക്കാം. സെൻസർ എത്ര? 2 സെൻസറേ ഉള്ളൂ ഇതിനകത്ത്. ആ 2 സെൻസറും ഇതിനകത്ത് തന്നെ ഉണ്ട്. അതേ കണക്ക് തന്നെ ഇൻഡോറിനകത്ത് വരുന്ന 2 സെൻസർ, ആ 2 സെൻസറും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട്ഡോർ PCBയിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡോർ PCB, ഔട്ട്ഡോർ PCB, ഡിസ്പ്ലേ, ഇൻഡോർ PCB സെൻസർ, ഔട്ട്ഡോർ PCB സെൻസർ, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു PCB റിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഈ ഫാൻ മോട്ടർ, എൻ്റെ റിയാക്ടർ കോയിൽ, ഇതൊന്നും തന്നെ വേണ്ട. കാര്യം അതൊക്കെ നമുക്കിവിടെ കോമൺ ആയിട്ട് വരുന്നതുകൊണ്ട് ഇവിടെ തന്നെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് നമുക്കതൊന്നും വേണ്ട. ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഔട്ട്ഡോർ PCBയിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്ത് വർക്കിംഗ് കണ്ടീഷനാണോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഈ ഒരു ബോർഡ് ഇളക്കിയെടുത്തിട്ട്, ഈ ക്യാബിനകത്തുനിന്ന് ഇളക്കിയെടുത്തിട്ട് ഈ ബോർഡ് ഫുള്ള് വയറിങ് ചെയ്ത്, അതായത് കംപ്രസർ ഓട്ടിക്കാൻ പരുവത്തിന് വയറിങ് ചെയ്ത് എടുത്തിട്ട് വരാം. ഓക്കെ, കംപ്രസർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ വയറിങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഈ ബോർഡ് 2 ബോർഡും തമ്മിൽ. അപ്പോൾ നമ്മുടെ കസ്റ്റമർ പറഞ്ഞിരിക്കുന്ന ആ ഒരു കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് E7 എററാണ്. ഹയറിൽ E7 എറർ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എററാണ്. ഇൻഡോർ ഔട്ട്ഡോർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കാതെ വരുന്ന സമയത്താണ് നമുക്ക് E7 എറർ വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്കിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടി അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഹയറിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ടായോ ഇല്ലയോ, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അത് ഇൻഡോറിനകത്ത് എന്താണ്ട് ഇവിടെ വരുന്ന ഈ ഒരു 2 ഒക്ടോയുടെ അടുത്തായിട്ട് ഈ ഒരു പച്ച കളർ LED ഉണ്ടാവും, 3mm. അപ്പോൾ ഈ ഗ്രീൻ LED നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ആ കമ്മ്യൂണിക്കേഷൻ അനുസരിച്ചിട്ട്, ഡേറ്റയ്ക്ക് അനുസരിച്ചിട്ട് അത് ഫ്ലിക്കർ ചെയ്ത് കത്തി അണഞ്ഞ് ഇങ്ങനെ നിൽക്കും. ഓക്കെ, അതാണ് നമ്മുടെ ഇൻഡോർ ഔട്ട്ഡോർ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നു എന്നുള്ളതിനുള്ള ഒരു സിഗ്നൽ. അപ്പോൾ ഇത് ചില കേസിൽ നമുക്ക് ഈ ആ ഒരു LED ഫ്ലിക്കർ ചെയ്യും, എന്നാലും കമ്മ്യൂണിക്കേഷൻ എറർ കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് 1 വേ സൈഡ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് ഔട്ട്ഡോർ എന്നുള്ള കമ്മ്യൂണിക്കേഷൻ ഇൻഡോർ റിസീവ് ചെയ്യുന്നതുകൊണ്ട് ഇൻഡോർ എന്നുള്ള കമ്മ്യൂണിക്കേഷൻ ഔട്ട്ഡോർ റിസീവ് ചെയ്യാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേജിലോട്ട് വരുമ്പോഴത്തേക്കും ഈ LED ഫ്ലിക്കറിങ് ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേ കമ്മ്യൂണിക്കേഷനിൽ അവസാനം E7 എന്നുള്ള എറർ വരും. അപ്പോൾ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റും കൂടെ നമുക്കിതിനകത്ത് പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് പവർ ഓൺ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു LED ഈ ഔട്ട്ഡോർ യൂണിറ്റ് ബോർഡ് ഓൺ ആകുന്നുണ്ടോ, പച്ച കളർ LED ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് പവർ കൊടുക്കാം. ഞാൻ പവർ കൊടുത്തിട്ടുണ്ട്, ഓൺ ചെയ്യാണ്, ഓൺ ചെയ്തു. ഓക്കെ, പവർ ഓൺ ആയിട്ടുണ്ട്. ഔട്ട്ഡോറിലോട്ടുള്ള റിലേ അടിച്ചിട്ടുണ്ട്, അതായത് ഔട്ട്ഡോറിലോട്ട് സപ്ലൈ വന്നിട്ടുണ്ട്, പക്ഷേ ഔട്ട്ഡോർ ഓൺ ആയിട്ടില്ല. കാര്യം ഔട്ട്ഡോർ ഓൺ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു പവർ ഇൻഡിക്കേഷൻ LED ഉണ്ട്. ഇവിടെ പവർ ഇൻഡിക്കേഷൻ കൊണ്ട് ഒരു എറർ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആയിട്ട് ഈ ഒരു സൈഡിനായിട്ട് ഒരു ചെറിയ LED ഇവിടെയുണ്ട്. പക്ഷേ ഈ 2 LED കത്തിയിട്ടില്ല.
അപ്പോൾ നമുക്കിതിനകത്ത് പവർ ഓൺ ആയിട്ടില്ല ഈ ഒരു സെറ്റ്. ഓക്കെ, ഇതിനകത്ത് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ പവർ സപ്ലൈ SMPS വർക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ എറർ റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു LED കത്തുള്ളൂ. പക്ഷേ ഈ രണ്ട് കപ്പാസിറ്റർ മെയിൻ പവർ കയറി വന്നു കഴിഞ്ഞാൽ ഈ പവർ സപ്ലൈ വർക്ക് ചെയ്യണമെന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു LED കത്തും. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പവർ സെക്ഷനിലോട്ടുള്ള ഈ രണ്ട് വലിയ കപ്പാസിറ്ററിലാണ് ഈ LED നമ്മുടെ സീരിയസ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഈ റെസിസ്റ്റൻസ് വഴി കണക്റ്റഡ് ആണത്. ഓക്കെ, അപ്പോൾ ഈ LED കത്തുന്നില്ല, ഈ LED കത്തുന്നില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഒരു കാര്യം പറയാം, ഇതിനകത്തോട്ട് അതായത് ബ്രിഡ്ജ് റെക്ടിഫിക്കേഷനിലോട്ട് സപ്ലൈ കറക്റ്റായിട്ട് എത്തുന്നില്ല. ഓക്കെ, ബ്രിഡ്ജ് റെക്ടിഫൈയിൽ എത്തിയിരുന്നെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു LED ഇവിടെ ക്ലോ ചെയ്തേനെ. അപ്പോൾ നമുക്കിതിൻ്റെ പവർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അത് എന്തുകൊണ്ടിട്ടാണ് നമുക്ക് ഇതിനകത്ത് പവർ വരാത്തതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതൊന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഔട്ട്ഡോർ ബോട്ടം സൈഡ്, അതായത് മെയിൻ പ്രിൻ്റ് വരുന്ന സൈഡ്, ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഫ്യൂസ് നമ്മുടെ ഫേസ് ലൈൻ ഇവിടെ വരും. ACL എന്നുള്ളത് AC ലൈൻ ഇവിടെ വരും. ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് AC ന്യൂട്രൽ ലൈൻ, അതായത് ഇത് നമുക്ക് ഫേസ് ലൈനും ഇത് ന്യൂട്രൽ ലൈനുമാണ് വരുന്നത്. ഇത് നേരെ ന്യൂട്രൽ ലൈൻ നേരെ നമ്മുടെ ഈ ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിലോട്ട് വരും ഈ ഒരു ലൈന്. അത് കഴിഞ്ഞിട്ട് ഫേസ് ലൈന് EMI ഫിൽറ്റർ വഴി കയറി ഇറങ്ങി ഇവിടെ ഒരു റിലേ ഉണ്ടാവും. ഈ റിലേക്ക് മുന്നേ ആയിട്ടൊരു നമുക്ക് PTC കണക്റ്റഡ് ആയിരിക്കും. ഈ PTC വഴി ആദ്യം സപ്ലൈ ഇവിടെ 220 വോൾട്ട് ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ഒരു മെയിൻ സപ്ലൈ 320 വോൾട്ട് റെഗുലേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഈ 320 വോൾട്ട് വെച്ചിട്ടാണ് നമ്മുടെ പവർ സപ്ലൈ വർക്ക് ചെയ്യുന്നത്. പവർ സപ്ലൈ വർക്ക് ചെയ്തതിന് ശേഷം ആ രണ്ട് ഇൻഡിക്കേഷനും കത്തിയതിന് ശേഷം നമ്മുടെ ഈ ഒരു റിലേ ഓൺ ആവുള്ളൂ. ഈ റിലേ ഓൺ ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഈ AC ലൈന് ഡയറക്റ്റ് ഇതുവഴി, അതുവരെ നമ്മുടെ PTC വഴിയായിരിക്കും ലൈൻ പോകുന്നത്. അപ്പോൾ ഈ PTC ഒന്ന് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഫേസ് ലൈൻ ഇവിടെ ഈ ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ അവിടെ എത്തത്തില്ല. അതല്ലെങ്കിൽ ഇവിടെ ഹൈ സൈഡിൽ, അതായത് നമ്മുടെ IPM അല്ലെങ്കിൽ IGBTയോ അല്ലെങ്കിൽ ഈ ഒരു ബ്രിഡ്ജ് റെക്ടിഫയറോ ഷോർട്ടിങ് ഉണ്ടെങ്കിൽ ഈ PTC അവിടെ ഷോർട്ടിങ് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് ഇവിടുത്തെ ഈ ഒരു വോൾട്ടേജിനെ അവിടെ ബ്രേക്ക് ചെയ്യും. അതായത് പിന്നെ അത് നമുക്ക് ഈ ഒരു വോൾട്ടേജ് ഇങ്ങോട്ട് വരില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്ത് പോകാം എവിടെയാണ് എന്താണ് പ്രോബ്ലം എന്ന്. അതിന് വേണ്ടിയിട്ട് നമുക്ക് മൾട്ടിമീറ്റർ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി മോഡിൽ, ബസർ മോഡിൽ ചെക്ക് ചെയ്യാം. അതായത് നമ്മുടെ ഇവിടുത്തെ ഫേസ് ലൈൻ, ഈ AC ലൈൻ എന്നുള്ളത് നമ്മുടെ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ പിന്നിലെത്തുന്നുണ്ടോ ഇല്ലയെന്ന് അവിടെ വരുന്നുണ്ട്. നമുക്ക് 36 ഓംസ് കാണിക്കുന്നുണ്ട്. അതായത് ആ PTCയുടെ ഓംസാണ് 36, അത് കാണിക്കുന്നുണ്ട്. അതേ കണക്ക് തന്നെ ന്യൂട്രൽ ലൈനും ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ അവിടെ എത്തുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ 0 ഓംസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈന് ക്ലിയർ ആണ്. ഇനി ഇവിടുത്തെ ഈ ഫ്യൂസും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഫ്യൂസ് പോയിട്ടുണ്ടോ ഇല്ലയെന്ന്. ഓക്കെ, ഫ്യൂസ് ഓക്കെയാണ്. അപ്പോൾ ഫ്യൂസും പോയിട്ടില്ല, PTCയും പോയിട്ടില്ല. പിന്നെ നമ്മുടെ സപ്ലൈ ഇവിടെ വരുന്നുണ്ടോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇൻഡോർ എന്നുള്ള സപ്ലൈ ഇവിടെ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ആയിട്ടുണ്ട്, റിലേ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മൾട്ടിമീറ്റർ AC മോഡിലോട്ട് മാറ്റാം. ഇപ്പോൾ ACയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 230 വോൾട്ട് വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, 243 വോൾട്ടേജ് ഇവിടെ വരുന്നുണ്ട്. ഇനി അടുത്തത് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഈ രണ്ട് പിന്നിലും സെൻറ്ററിലത്തെ രണ്ട് പിന്നിലും 0.1 വോൾട്ടേ വരുന്നുള്ളൂ, 1.14 വോൾട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയും 230 വോൾട്ട് ഇവിടെ വരുന്നില്ല. PTC ചെക്ക് ചെയ്യാം. PTCയുടെ ഈ സൈഡിന് 243 വോൾട്ട് വരുന്നുണ്ട്. PTCയുടെ മറു സൈഡിന് വോൾട്ടേജ് യാതൊന്നും തന്നെ വരുന്നില്ല. അപ്പോൾ നമ്മുടെ PTC വോൾട്ടേജിനെ ഡ്രോപ്പ് ചെയ്യണം. ഇനി ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ കപ്പാസിറ്റർ ഏരിയ, നമ്മുടെ ഈ IGBT IPM സൈഡെല്ലാം എന്തെങ്കിലും ഷോർട്ടിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഈ കാണുന്നത് നമ്മുടെ IPM, ഇത് രണ്ട് കപ്പാസിറ്റർ, ഇത്
ഡയോഡ്, ഇവിടെ വരുന്നത് IGBT. കൂടുതലും IGBT പോകാനാണ് സാധ്യത. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് IGBT ഒന്ന്, ഈ IGBTയുടെ സെൻറ്റർ പിൻ എന്ന് പറയുന്ന കളക്ടറാണ്. ഈ കളക്ടറും ബേസുമായിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ മൾട്ടിമീറ്റർ നമുക്ക് ഡയോഡ് മോഡിലോട്ട് മാറ്റാം. കളക്ടറും ബേസുമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് 0.329 വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ബേസ് ടു കളക്ടർ ഓക്കെ ആണ്. ഈ ഒരു IGBT തന്നെയാണ് ഈ ഒരു ബോർഡിൽ ഷോർട്ടിംഗ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ IGBT ഇതിനകത്തുനിന്ന് ഊരിയെടുക്കാം. എന്നിട്ട് വെളിയിൽ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഊരിയെടുത്ത് വെളിയിൽ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ IGBT. ഇത് ഡയോഡ്, ഇത് റെക്ടിഫയർ ഡയോഡ്, ഇത് നമ്മുടെ IPM. ഇത് B2 ടൈപ്പിൽ വരുന്ന IPM ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ IGBT ഇളക്കിയെടുക്കാം. ഇതാണ് നമ്മുടെ IGBT. ഈ IGBT എന്ന് പറയുന്നത് 30 ആംപിയർ 600 വോൾട്ടിൻ്റെ IGBT ആണിത്. ഓക്കെ, ഇനി നമുക്ക് വെളിയിൽ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഈ IGBTയുടെ എമിറ്ററും കളക്ടറും തമ്മിൽ ഷോർട്ടിംഗ് ആണ്. പക്ഷേ ഗേറ്റുമായിട്ട് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് വേറൊരു IGBT എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ IGBTക്ക് പകരം നമുക്ക് വേറൊരു പുതിയൊരു 30N60, ഇതിലെഴുതിയിരിക്കുന്നത് 30NC60VD GW30NC60VD. ഓക്കെ, അതിന് പകരം നമുക്കിപ്പോൾ വേറെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് G30TD എന്നുള്ള IGBT ആണ്. അപ്പോൾ ഈ IGBT നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ഈ ഒരു ഇത് സെറ്റ് ചെയ്യുന്ന ഹോള് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു IGBT ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഈ IGBTയുടെ ലെഗ് സോൾഡർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ഹീറ്റ് സിങ് കൂടെ പിടിപ്പിക്കണം. ഹീറ്റ് സിങ് പിടിപ്പിച്ചതിന് ശേഷമേ നമുക്കിത് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാൻ പറ്റൂ. ഇതിൻ്റെ ഹീറ്റ് സിങ് എടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പുതിയൊരു IGBT ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പവർ പ്രോപ്പറായിട്ട് ഓൺ ആവുന്നുണ്ടോ ഇല്ലയെന്നൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്കിതൊന്ന് പവർ ഓൺ ചെയ്യാം. ഞാൻ പവർ കൊടുക്കുകയാണ്. പവർ കൊടുത്തിട്ടുണ്ട്. ബാക്കി കണക്ഷനും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. പവർ ഓൺ ആക്കിയിട്ടുണ്ട്. ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ കണ്ടോ നമുക്ക് ആ 2 ലൈറ്റും ഓൺ ആയിട്ടുണ്ട്. നേരത്തെ നമുക്കിവിടെ ഈ 2 ലൈറ്റും ഇല്ലായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ആ ഇൻഡോറിൽ വരുന്ന പച്ച കളർ LED ഇപ്പോൾ ഗ്ലോ ചെയ്യുന്നുണ്ട്. ഈ കണ്ടോ, ഈ ഒരു പച്ച കളർ LED ഇവിടെ ഇപ്പോൾ ഫ്ലിക്കർ ചെയ്യുന്നുണ്ട്. നേരത്തെ ഇതൊന്നുമില്ലായിരുന്നു. ഈ 2 ലൈറ്റും നമുക്ക് വർക്ക് ചെയ്യില്ല. കാര്യം ആ IGBT കറക്റ്റായിട്ട് നല്ല ഡെഡ് ഷോട്ടിലുണ്ടായിരുന്നത് കൊണ്ടിട്ട് നമ്മുടെ PTC ഇങ്ങോട്ടുള്ള 220 വോൾട്ട് അവിടെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയേക്കാണ്. കാര്യം ആ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ആ PTC അവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോർഡ് നല്ല രീതിയിൽ സ്പാർക്ക് ആവാനും അതുവഴി തന്നെ നല്ല രീതിയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നവർ ആ ഒരു PTC അവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്രയും നല്ല ഡെഡ് ഷോട്ട് വരുന്ന സമയത്ത് ആ 220 വോൾട്ടിനെ അവിടെ ഡ്രോപ്പ് ചെയ്ത് നിർത്തും. ഇപ്പം നമ്മൾ ഈ ഒരു IGBT മാറിയപ്പോഴത്തേക്കും ഇത് പിന്നെ കറക്റ്റ് ആ ഷോട്ടിങ് മാറി അപ്പോഴത്തേക്കും അത് റിലീസ് ചെയ്തു. ഇപ്പോൾ പവർ സപ്ലൈ വർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ മെയിൻ റിലേ ഓൺ ചെയ്ത് ആ ഒരു ഫേസ് ലൈന് കറക്റ്റുള്ള കോണ്ടാക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കംപ്രസർ എടുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇത് കംപ്രസർ പെട്ടെന്ന് എടുക്കില്ല. കാര്യം ഇത് നമ്മൾ ഡയറക്റ്റ് ബോർഡ് വഴി ഓൺ ചെയ്തതല്ല, അല്ലാതെ തന്നെ സ്റ്റാൻഡ് ഓട്ടോ ഓണിൽ കിടക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ടൈമിംഗ് ഇത് എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊന്ന് കംപ്രസർ എടുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കംപ്രസർ എടുത്തിട്ടുണ്ട്. കംപ്രസർ നോർമലി സ്റ്റാർട്ടപ്പ് ആയിട്ടുണ്ട്. നോർമലായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക്
നല്ല രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വേറൊരു പ്രശ്നവും ഇതിനകത്ത് കാണുന്നില്ല. പ്രോപ്പറായിട്ട് തന്നെയാണ് എല്ലാം കാര്യങ്ങൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.